നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് തികച്ചും ബിഗിനേഴ്സിന് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആ രീതിയിൽ കാണുക. പിന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിലെ പ്രധാന ട്രെൻഡുകളെ കുറിച്ചിട്ടാണ്. മാർക്കറ്റിൽ 3 തരത്തിലുള്ള ട്രെൻഡുകളാണുള്ളത്: അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വൈസ്. അതിൽ നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പ് ട്രെൻഡാണ്. പേര് പോലെ തന്നെ അപ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരു നിശ്ചിത ഏരിയയിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതിനാണ് നമ്മൾ അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഡൗൺ ട്രെൻഡ് എന്തായിരിക്കും? ഒരു നിശ്ചിത ഏരിയയിൽ നിന്ന് ആ ഒരു സ്റ്റോക്കിൻ്റെ വില താഴോട്ട് പോകുന്നതിന് നമുക്ക് ഡൗൺ ട്രെൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് താഴോട്ട് പോകുന്നതിന് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് പറയാം. ഇതല്ലാതെ വേറൊരു ട്രെൻഡും കൂടെയുണ്ട്, സൈഡ് വൈസ് എന്ന് പറയും. അതായത് പ്രൈസ് ഒരു മുകളിലോട്ടും അല്ല താഴോട്ടും അല്ലാതെ അതിന് പല പേരുകൾ വിളിക്കുന്നുണ്ട്. സൈഡ് വേസ് എന്ന് വിളിക്കും, ചിലർ കൺസോൾട്ടേഷൻ എന്ന് വിളിക്കും, ചിലർ റേഞ്ച് എന്ന് വിളിക്കും. അപ്പോൾ ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രം പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്. ആക്ച്വലി അവിടെ നമ്മൾ ട്രേഡ് എടുക്കുന്നത് സാധാരണ കുറവാണ്. കാരണം ഒരു അപ്പ് ട്രെൻഡിലോ അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിലോ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിൽ സൈഡ് വേസ് ആയിരിക്കുമ്പോൾ സാധാരണ ട്രേഡ് നമ്മൾ ചെയ്യാറില്ല. ആദ്യം നമുക്ക് അപ്പ് ട്രെൻഡിനെ കുറിച്ച് പരിചയപ്പെടാം. മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞു ഒരു മുകളിലോട്ട് പോകുന്നതിനാണ് നമ്മൾ അപ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞു. അതിനൊരു സ്ട്രക്ചർ ഉണ്ട് മാർക്കറ്റിൽ. നമ്മൾ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഒരിക്കലും ഒരു ലൈനായിട്ട് പോകുന്നത് കാണില്ല. അതിനൊരു ഐഡിയൽ ഒരു സ്ട്രക്ചർ വരുന്നുണ്ട്. അപ്പോൾ അപ്പ് ട്രെൻഡിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഒരു മാർക്കറ്റ് ഒരു നിശ്ചിത ഏരിയയിൽ നിന്ന് ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് നേരെ മുകളിലോട്ട് പോകുന്നു. പിന്നെ അവിടെ നിന്നൊരു ചെറിയ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ വീണ്ടും ഈ ഇതൊരു ഹൈ ആണ്, ഇതൊരു ലോ ആണ്. ഈ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു മൂവ്മെന്റ് നടത്തുന്നു. വീണ്ടും ഏകദേശം ഈ ഒരു ഏരിയയിലേക്ക് വരുന്നു. വീണ്ടും പിന്നെ മുകളിലോട്ട് പോകുന്നു. ആദ്യം നമുക്കിത് എന്തൊക്കെയാണെന്നുള്ള പരിചയപ്പെടാം. അപ്പോൾ ഒരു നിശ്ചിത ഏരിയയിൽ നിന്ന് പ്രൈസ് മുകളിലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു, മുകളിലോട്ട് ഇത് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നു, പിന്നെ താഴോട്ട് വരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ഹൈ ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് ഒരു പ്രൈസിൻ്റെ ഹൈ പ്രൈസ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഏരിയ നമ്മൾ ലോ ആയിട്ടാണ് കാണുന്നത്. ഈ ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതിനെ ഹയർ ഹൈ എന്ന് വിളിക്കും. അതേപോലെ തന്നെ ഈ ലോനെ ബ്രേക്ക് ചെയ്ത് കണ്ട് പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഹയർ ലോ എന്ന് വിളിക്കും. അപ്പോൾ ഇതാണ് നോർമലി ഒരു അപ്പ് ട്രെൻഡിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ വില 100 രൂപയാണെന്നുണ്ടെങ്കിൽ ഈ 100 രൂപയിൽ നിന്ന് അത് നേരെ 150 രൂപയാകുമ്പോൾ ഒരു ഹൈ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. വീണ്ടും ആ 150 രൂപയിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് ഒരു 130 രൂപയിലേക്ക് ആ മാർക്കറ്റിൽ കുറഞ്ഞു. അതായത് 100-ൽ വന്നു, 150 നേരെ 130-ലേക്ക് വന്നു. വീണ്ടും ഈ 130-ൽ നിന്ന് നേരെ മാർക്കറ്റ് പോകുന്നത് ആ സ്റ്റോക്കിന്റെ പ്രൈസ് നേരെ 200-ലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതൊരു അപ്പ് ട്രെൻഡ് മൂവ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് എന്ന് പറയാം. അപ്പോൾ വീണ്ടും ചിലപ്പോൾ ആ 200-ൽ നിന്ന് നേരെ അതൊരു 180 അങ്ങനെ എന്തെങ്കിലും വന്നതിന് ശേഷം വീണ്ടും മുകളിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം ഒരു മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എക്സാക്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ വേണമെന്നില്ല, നമ്മളെ ലൈവ് ചാർട്ടുകളിൽ ചിലപ്പോൾ വ്യത്യാസം വരും. അപ്പോൾ അപ്പ് ട്രെൻഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഒരു ചാർട്ടിലെ എക്സാമ്പിളും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ഈ അപ്പ് ട്രെൻഡ് എന്നുള്ള ഒരു സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ നമുക്കൊരു അപ്പ് ട്രെൻഡ് നമുക്ക് മാർക്ക് ചെയ്യാം. ഒരു പ്രൈസ് ഒരു നിശ്ചിത ഏരിയയിൽ നിന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഈ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ടൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ വന്നു, വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് ഏകദേശം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു അപ്പ് ട്രെൻഡിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിതൊരു അപ്പ് ട്രെൻഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും ഇതുപോലെ വരണമെന്നില്ല, മാർക്കറ്റിൽ പല രീതിക്കും ഇത് ചേഞ്ചസ് വരാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റിന് കൂടെ വേണം ട്രേഡ് ചെയ്യാനായിട്ട്. ഒരിക്കലും മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു അപ്പ് ട്രെൻഡാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ മാർക്കറ്റിൽ ബൈ ആണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. ആ ബൈ ചെയ്യണമെങ്കിൽ കൺഫർമേഷൻസ് ഉണ്ട്, എവിടെ എങ്ങനെ ട്രേഡ് എടുക്കണമെന്ന് നമ്മൾ പഠിക്കണം. അത് കമ്മിങ് വീഡിയോസിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ അപ്പ് ട്രെൻഡിനെ കുറിച്ച് പരിചയപ്പെട്ടു. അപ്പോൾ ചാർട്ടിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് വ്യൂ എന്നുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറിയിട്ട് നമുക്ക് ഓരോ സ്റ്റോക്കിനും ചാർട്ടുകൾ കിട്ടും. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത് അടുത്ത വീഡിയോ ഇനി ഡൗൺ ട്രെൻഡിനെ കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ ബൈ.